എപ്പിസോഡ് ആരംഭിക്കുന്നത് ഒരു ക്രൈം സീൻ കാണിച്ചുകൊണ്ടാണ്. ആ വലിയ ബംഗ്ലാവിൽ നിന്നും 2 സ്ത്രീകൾ പുറത്തേക്ക് ഓടി വരുന്നു. അവർ ഒരു റൂമിൽ കയറി മാഡം ആരാണ് മാഡം മരിച്ചത് എന്ന് ചോദിക്കുന്നു. ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവിടേക്ക് പോലീസുകാർ വരുന്നു. അവർ അവിടെയുള്ളവരോട് ഗാർഡും വൺസൂനും പ്രണയത്തിലായിരുന്നു എന്ന് ചോദിക്കുന്നു. മുഖത്ത് ചോര പറ്റിയിരിക്കുന്ന വൺസൂണിനെ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസൻറ്റിലെ സീനാണ്. പാർട്ടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പാർട്ടി തുടങ്ങാൻ ആരംഭിക്കുമ്പോഴേക്കും വൺസൂനും അവളുടെ ഭർത്താവായ കിമ്മും അവിടേക്ക് പോകാൻ തയ്യാറെടുക്കും. പുറത്തേക്ക് വന്ന അവരോട് മാഡം ഇതാണ് പുതിയ ഗാർഡ് എന്ന് പറഞ്ഞ് ആ മെയിൻ ഗാർഡ് സ്യൂഡ്യൂനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സ്യൂഡ്യൂനെ കണ്ട വൺസൂൺ ഞെട്ടുന്നു. ഇന്നലെ മാഡത്തെ രക്ഷിച്ചത് ഇയാളാണെന്നും മാത്രമല്ല ഇയാൾ ഒരു പോലീസ് ഓഫീസർ കൂടിയായിരുന്നു എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. തൻ്റെ ഭാര്യയെ രക്ഷിച്ചതിന് കിം സ്യൂഡ്യൂനോട് നന്ദി പറയുന്നു. എന്നിട്ട് വൺസൂണിയെയും കൂട്ടി പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് പോകുന്നു. മുന്നോട്ടേക്ക് നടന്ന വൺസൂൺ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി സ്യൂഡ്യൂനെ ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും കിമ്മിൻ്റെ കൂടെ പാർട്ടി ഹാളിലേക്ക് നടക്കുന്നു. അവർ അകത്തേക്ക് കയറി എല്ലാവരോടുമായി ചിരിച്ചുകൊണ്ട് തങ്ങൾക്കായി നൽകിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഇരിക്കുന്നു. അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് വൺസൂണിൻ്റെ കുട്ടിക്കാലമാണ്. അവളുടെ അമ്മ ജോലി ചെയ്തിരുന്നത് ഗോൾഫ് കളിക്കുന്ന സ്ഥലത്താണ്. ഒരു ദിവസം അവളുടെ അമ്മയെ ഒരു സ്ത്രീ അടിക്കുന്നു. അതാരാണെന്ന് വെച്ചാൽ വൺസൂണിൻ്റെ അമ്മായിയമ്മയാണ്. തന്നെ മാഡം എന്ന് വിളിച്ചതിനാണ് അവളെ അവർ അടിച്ചത്. അവരുടെ കൂടെ തന്നെ അവരുടെ ഭർത്താവും മക്കളും അവരുടെ കുടുംബ വക്കീലും ഉണ്ട്. തന്നെ അവരെ ഒന്നുകൂടി അടിച്ച് എന്നെ മാഡം എന്ന് വിളിക്കരുത്, വൈസ് ചെയർവുമൺ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അന്നത്തെ സംഭവത്തോടെ വൺസൂണിൻ്റെ അമ്മയ്ക്ക് അവിടുത്തെ ജോലി നഷ്ടമാകുന്നു. അവർ വഴിയിലൂടെ പോകുമ്പോൾ ഒരു കാർ വരുന്നത് കണ്ട് അവർ സൈഡിലായി മാറി നിൽക്കുന്നു. വൺസൂൺ അവളുടെ അമ്മയുടെ കയ്യിലുള്ള സാധനം ആർക്കാന്ന് ചോദിച്ചത് നിനക്ക എന്ന് പറഞ്ഞപ്പോൾ അവൾ സന്തോഷിക്കുന്നു. അവളുടെ അമ്മ അവളെയും കൂട്ടി ഗോൾഫ് കളിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൾക്ക് എങ്ങനെയാണ് ഗോൾഫ് കളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവൾ അത് നന്നായി തന്നെ പഠിച്ചെടുക്കുന്നു. വലുതാകും തോറും അവൾ അവളുടെ പ്രാക്ടീസും മുടങ്ങാതെ ചെയ്യുന്നു. അവളുടെ അമ്മ ചെയ്തിരുന്ന അതേ ജോലി അവൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. അവൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഗോൾഫ് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവളുടെ അമ്മ നീ US പോകണമെന്ന് പറയുന്നത്. US എന്ന് അവൾ ചോദിച്ചതും അതെ, നിനക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി തുക നിനക്ക് US പോയാൽ ലഭിക്കുമെന്ന്. അത് കേട്ടതും അവൾ ഗോൾഫ് കളിക്കാൻ US പോകാൻ തയ്യാറെടുക്കുന്നു. അവൾ US പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള വൺസൂണിനെയാണ്. തൻ്റെ 10 വർഷം നീണ്ട US ജീവിതത്തിൽ 20ഓളം ടൂർണമെൻറ്റുകൾ അവൾ വിജയിച്ചിട്ടുണ്ട്. അവൾ അവളുടെ തന്നെ അവസാനത്തെ മത്സരം കാണുന്നു. US വുമൺ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ സൗത്ത് കൊറിയയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വൺസൂൺ മത്സരിച്ചത്. അവൾ അതിൽ വിജയിക്കുകയും ചെയ്തു. ആ നാട് തന്നെ അത് ആഘോഷിക്കുന്നു. അവളെ ഇൻ്റർവ്യൂവിനായി വിളിക്കുന്നു. ആ ഇൻ്റർവ്യൂയിലൂടെ വൺസൂൺ ജയിച്ച മത്സരം കാണിക്കുന്നു. മത്സരത്തിൽ ജയിച്ച് അതിൽ നിന്ന് കിട്ടിയ പണവുമായി അവൾ മടങ്ങുന്നു. അവളെയും കാത്ത് ഒരാൾ അവിടെ കാത്തു നിൽക്കുന്നു. അയാൾ ഒരു പേപ്പർ കാണിച്ച് നിൻ്റെ അമ്മ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാനുണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് വൺസൂണിൻ്റെ അമ്മയും ആ ബാക്കിയുള്ള ആൾക്കാരും വരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അവർക്ക് കൊടുത്ത് വൺസൂൺ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസൻറ്റിലെ സീനാണ്. വൺസൂണിനെ സ്റ്റേജിലേക്ക് പ്രസംഗിക്കാനായി വിളിക്കുന്നു. അവൾ അവിടെ നിന്ന് സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നു. അവളോട് സെക്രട്ടറി ചെവിയിലായൊരു കാര്യം പറയുന്നു. അത് അവൾ എല്ലാവരോടുമായി പറയുന്നു. മുഹമ്മദ് നൗ ഫൗണ്ടേഷന് $5 മില്യൺ ഡൊണേഷനായി തരാമെന്ന് പറഞ്ഞത്. എന്നാൽ തനിക്കെതിരെ ഇന്നലെ ഉണ്ടായ അക്രമത്തെ തുടർന്ന് മുഹമ്മദ് $30 മില്യൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ എല്ലാവരോടും പറയുന്നു. ഇന്നിവിടെ ഞങ്ങളുടെ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. യുദ്ധത്തിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഇനിയും ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞ് അവൾ തൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവരും പാർട്ടി ആഘോഷിക്കുന്നു. വൺസൂൺ അവിടെയുള്ള ഓരോരുത്തരോടായി പോയി സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട് കിമ്മിനോട് കണ്ണുകൊണ്ട് ആക്ഷനായി തൻ്റെ കൂടെ വരാൻ പറയുന്നത്. അവൻ വൺസൂണിനെ നോക്കുന്നു. അവൾ ആളുകളോട് സംസാരിക്കുന്നത് കണ്ട് അവൻ ഫ്രണ്ടിൻ്റെ പുറകെ പോകുന്നു. തൻ്റെ പുറകെ വരുന്നുണ്ടായ ബോഡി ഗാർഡിനെ തടഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് പോകുന്നു. അവർ റൂമിലേക്കെത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. അവർ തമ്മിലുള്ളത് അത്ര നല്ല ബന്ധമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഫ്രണ്ടിൻ്റെ മകൻ വൺസൂണിൻ്റെ അടുത്തേക്ക് പോയി ആൻറ്റി എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുന്നു. വൺസൂൺ അവിടെയെല്ലാം ഫ്രണ്ടിനെ തിരഞ്ഞു. അവളെ കാണാതായതും വൺസൂൺ അവിടെയുള്ളവരോട് എക്സ്ക്യൂസ് മീ പറഞ്ഞ് ഫ്രണ്ടിനെ അന്വേഷിച്ചു പോകുന്നു. അവൾ പാർട്ടി ഹാളിൻ്റെ പുറത്തേക്ക് വന്ന് തങ്ങളുടെ റൂം ലക്ഷ്യമാക്കി നടക്കുന്നു. അവൾ റൂമിലേക്ക് കയറുന്നു. അവിടെയുള്ള ഓരോ ഭാഗത്തും അവൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഒരു റൂമിൻ്റെ ലൈറ്റ് ഇട്ടതും അവൾ കാണുന്നത് തൻ്റെ ഭർത്താവും ഫ്രണ്ടും തമ്മിൽ ഇടപഴകുന്നതാണ്. ഫ്രണ്ട് അവളോട് വൺസൂൺ അപ്പോഴേക്കും നിൻ്റെ മകൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് അവളോട് പറയുന്നു. വൺസൂണിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി തങ്ങൾ തമ്മിലുള്ള ബന്ധം അവൾക്ക് നേരത്തെ അറിയാമെന്ന്. കിം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. വൺസൂൺ പോകാൻ നിന്നതും ഫ്രണ്ട് തടഞ്ഞുകൊണ്ട് നിനക്കിത് നേരത്തെ അറിയാമോ എന്ന് ചോദിക്കുന്നു. അതാണോ ഇത്ര വലിയ കാര്യം, ഇവിടെ മീഡിയാസൊക്കെ ഉള്ളതാ എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അവളുടെ പുറകെ സ്യൂഡ്യൂന് നടക്കുന്നു. പാർട്ടിയിലെല്ലാവരും ഡാൻസ് കളിക്കുന്നു.
വൺസൂൺ പാർട്ടി ഹാളിലേക്ക് പോകുന്നു. അവളെയും കാത്തുനിന്നപ്പോൾ കിം അവിടെ കാത്തു നിൽക്കുന്നു. അവളെ കണ്ടതും കിം തൻ്റെ കൈ നീട്ടുന്നു. വൺസൂൺ ആ കൈകളിൽ പിടിച്ച് പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് പോകുന്നു. അവിടെയുള്ള മറ്റുള്ളവരെ പോലെ അവരും കപ്പിൾ ഡാൻസ് കളിക്കുന്നു. അവർ ഡാൻസ് കളിക്കുമ്പോൾ ബാക്കി എല്ലാവരും മാറി നിന്ന് കൈകൊട്ടി പ്രശംസിക്കുന്നു. അവരുടെ ഫ്രണ്ട് അത് നോക്കി നിൽക്കുന്നു. പാർട്ടി അവസാനിച്ചതും വൺസൂൺ അവളുടെ അമ്മയമ്മയുടെ റൂമിലേക്ക് പോകുന്നു. അവിടെ അവളെയും കാത്തുനിന്നപ്പോൾ ഫ്രണ്ട് നിൽക്കുന്നു. വൺസൂണിൻ്റെ കൂടെ വന്ന ഫ്രണ്ടിനെ കണ്ട് അമ്മയമ്മ അവളോട് പോകാൻ പറയുന്നു. അവൾ പോയെന്ന് കണ്ടതും വൺസൂണിനോട് അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ താൻ പറയുന്നതൊന്നും കേൾക്കാതെ അവൾ മദ്യം കഴിക്കുന്നത് കണ്ട് അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് അവളെ എറിയുന്നു. നിങ്ങൾക്കിങ്ങനെ ആളുകളെ വേദനിപ്പിച്ച് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസുകൾ താഴെ എറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം അവരോട് ചോദിക്കുന്നു, എനിക്കൊരു സുഖവും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്ന്. അവർ വൺസൂണിനോട് നിനക്ക് അവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മനസ്സിലായി അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു അല്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞില്ല എന്ന് അവൾ ചോദിക്കുന്നു. നീ അതറിഞ്ഞാൽ നീ എൻ്റെ മകനെ ഡിവോഴ്സ് ചെയ്യും, അത് ഞങ്ങളുടെ ഫാമിലിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് അവർ പറയുന്നു. അതിന് മറുപടിയായി വൺസൂൺ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മകനെ ഡിവോഴ്സ് ചെയ്യുന്നില്ല, പക്ഷേ നൗ ഫൗണ്ടേഷൻ എൻ്റേതാണ്. അതിൽ നിങ്ങളുടെ മകനോ നിങ്ങളോ തലയിടാൻ പാടില്ല. തലയിട്ടാൽ അതിൻ്റെ പരിണിതഫലം വളരെ വലുതായിരിക്കുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് അവൾ പോയത് ഒരു ബാറിലേക്കാണ്. അവിടേക്ക് പോയി അവൾ ഒരുപാട് മദ്യം കഴിക്കുന്നു. അവളെ വിളിക്കാനായി ഒരു ഗാർഡ് വന്നെങ്കിലും അയാളെ അവൾ പറഞ്ഞയക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു പാസ്റ്റാണ്. 2011 ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഒരു വളണ്ടിയർ വർക്കിൽ വെച്ചാണ് വൺസൂനും കിമ്മും തമ്മിൽ ഇഷ്ടത്തിലാകുന്നത്. അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. വൺസൂണും അവളുടെ ബ്രദറും കിമ്മിൻ്റെ ബംഗ്ലാവിലേക്ക് പോകുന്നു. അവരെ ക്ഷണിച്ച് മെയ്ഡ് അകത്തിരുത്തുന്നു. അവിടേക്ക് അമ്മായിയമ്മ വരുന്നു. അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. ഗാംബ്ലിങ്ങിന് അഡിക്റ്റായ നിൻ്റെ അമ്മ എവിടെയെന്ന് അവർ ചോദിക്കുന്നു. എനിക്ക് അമ്മയുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എൻ്റെ ബ്രദറാണെന്ന് അവൾ മറുപടി പറയുന്നു. അപ്പോൾ അവളുടെ ബ്രദർ, മാഡം നിങ്ങളാണ് ഇവളെ സ്പോൺസർ ചെയ്തതെന്ന് പറയുന്നു. ഓ, അപ്പോൾ ഞങ്ങൾ കാരണമാണല്ലേ നീ ഫസ്റ്റ് അടിച്ചത് എന്ന് അവർ പറഞ്ഞതും, അല്ല ഞാനൊരു നല്ല ഗോൾഫ് പ്ലെയർ ആയതുകൊണ്ടാണെന്ന് അവൾ മറുപടി പറയുന്നു. അതിനവർ ഒന്നും തന്നെ മറുപടി പറയുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് അവർ, നിനക്കൊരു മോഡലിനെ അറിയോ? ജിൻഹെ എന്നാ പേര്. പാവം, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. പാവം, ഞാനാ അവളെ കൊന്നത്. അവൾക്ക് എൻ്റെ മകൻ്റെ ഭാര്യയാകണമെന്ന്. അവർ ഇങ്ങനെ പറഞ്ഞതും വൺസൂണും അവളുടെ ബ്രദറും ഞെട്ടിയിരിക്കുന്നു. എന്നിട്ട് അവർ ഒരു ഭ്രാന്തിയെപ്പോലെ ചിരിക്കുന്നു. ഇവരുടെ സ്വഭാവം വെച്ച് ഇവർ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. നമുക്ക് കഥയിലേക്ക് വരാം. വൺസൂണിൻ്റെ ബ്രദറിനോട് തൻ്റെ കൂടെ വരാൻ പറഞ്ഞ് അവർ മുകളിലേക്ക് പോകുന്നു. അയാളെ കൊണ്ട് അവർ കുറച്ച് പേപ്പേഴ്സിൽ സൈൻ ചെയ്യിക്കുന്നു. താഴെ തനിച്ചിരിക്കുന്നുണ്ടായ വൺസൂണിൻ്റെ അടുത്തേക്ക് മേഡ് വന്ന്, ഞാനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കാർഡ് കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. പാസ്റ്റ് അവസാനിച്ചാൽ ഒരുപാട് മദ്യപിച്ചതിനാൽ വൺസൂണിന് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ അവിടെ തന്നെ ഇരിക്കുന്നു. അതുവഴി പോയിക്കൊണ്ടിരുന്ന സ്യൂഡ്യൂൻ വൺസൂണിനെ കാണുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന വൺസൂണിനെ പിടിക്കുന്നു. അവനെ തട്ടിമാറ്റിക്കൊണ്ട് അവൾ മുന്നിലോട്ട് നടക്കുന്നു. വൺസൂണിന് അവൻ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അവൾ അതിനകത്ത് കയറിയതും അവൻ അത് ക്ലോസ് ചെയ്യുന്നു. എന്നാൽ അത് അവൾ ഓപ്പൺ ചെയ്ത് അവിടെ കാത്തു നിൽക്കുന്നു. സ്യൂഡ്യൂൻ അകത്ത് കയറിയതും അവൻ വൺസൂണിൻ്റെ കൈ മാറ്റി ലിഫ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഈ സമയം വൺസൂണിനെ അന്വേഷിച്ച് ഗാർഡ് ബാറിലേക്ക് പോകുന്നു. അവളെ അവിടെ കാണാത്തപ്പോൾ അവൻ അവരോട് ചോദിക്കുന്നു. മാഡം പോയെന്ന് പറഞ്ഞതും അവൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ലിഫ്റ്റ് ഓപ്പൺ ആയതും വൺസൂൺ ആടി ആടി തൻ്റെ റൂമിലേക്ക് പോകുന്നു. അവളുടെ പുറകെ തന്നെ സ്യൂഡ്യൂനുമുണ്ട്. റൂമിലെത്തിയതും അവൾ കാർഡിനായി ബാഗിൽ അന്വേഷിക്കുന്നു. എന്നാൽ അത് കാണാതായപ്പോൾ ബാഗിലെ സാധനങ്ങളെല്ലാം താഴെയിട്ട് അവൾ അന്വേഷിക്കുന്നു. ഇത് കണ്ട് സ്യൂഡ്യൂൻ അവളെ പിടിച്ചു മാറ്റി നിർത്തി കാർഡ് എടുത്ത് റൂം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. റൂം ഓപ്പൺ ചെയ്തിട്ടും അകത്ത് കയറാതെ വൺസൂൺ സ്യൂഡ്യൂനിനായി, നിങ്ങൾ അന്ന് പറഞ്ഞത് കള്ളമല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് മറുപടി പറയാതെ സ്യൂഡ്യൂൻ മറുപടി പറയാത്തത് കണ്ട് വൺസൂൺ അകത്തേക്ക് പോകുന്നു. എന്നാൽ കാല് വഴുതി അവൾ വീഴാൻ പോയതും സ്യൂഡ്യൂൻ അവളെ പിടിക്കുന്നു. അബദ്ധത്തിൽ കാർഡ് താഴെ വീഴുന്നു. അവൻ അത് ശ്രദ്ധിക്കുന്നില്ല. കിം തൻ്റെ റൂമിലിരുന്ന് മദ്യപിക്കുന്നു. അവൻ ഇന്ന് വൺസൂൺ തന്നോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് വൺസൂണിനോട് സംസാരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വൺസൂണിനോടായി സ്യൂഡ്യൂൻ, മാഡം ഇപ്പോൾ ഹാപ്പിയല്ല, അതുകൊണ്ട് മാഡം റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് പുറത്ത് വാതിൽ മുട്ടുന്നത് അവർ കേട്ടത്. സ്യൂഡ്യൂൻ ഡോർ തുറക്കാൻ പോയപ്പോൾ വൺസൂൺ അത് തടയുന്നു. കിം ഡോറിൽ മുട്ടിക്കൊണ്ട് താഴെ നോക്കുമ്പോഴാണ് റൂമിൻ്റെ കാർഡ് അവൻ കാണുന്നത്. അതവൻ എടുക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് ആ ബോഡി ഗാർഡ് വന്ന് അതെടുത്ത്, സാർ മാഡം ഇന്ന് നല്ലോണം കുടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും കിം അവിടെ നിന്ന് പോകുന്നു. അയാൾ ആ കാർഡ് വാതിലിൻ്റെ അടിയിൽ കൂടി ഇട്ട് കൊടുക്കുന്നു. കിം പോയതറിഞ്ഞ് സ്യൂഡ്യൂൻ്റെ കൈ വൺസൂൺ വിടുന്നു. സ്യൂഡ്യൂൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് രാവിലെ അവർ സൗത്ത് കൊറിയയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അവൾ അവിടെ നിന്നും ഇറങ്ങുന്നു. അവൾക്ക് പുറകിലായി തന്നെ ബാക്കിയുള്ള ഗാർഡ്സും പോകുന്നു. കുറച്ച് നടന്നതും സെക്രട്ടറി
വൺസൂണിനോട് മാഡം ഞങ്ങൾ യാത്രക്കുള്ള കാര്യങ്ങൾ ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കുറച്ച് ഗാർഡ്സിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. എന്നാൽ സിയുഡ്യൂൻ വൺസൂണിൻ്റെ പിറകെ തന്നെ നടക്കുന്നു. അവർ സൗത്ത് കൊറിയയിലേക്ക് എത്തുന്നു. സിയുഡ്യൂനിൻ്റെ ബംഗ്ലാവിലുള്ള ആദ്യത്തെ ദിവസമാണിത്. അതിനാൽ തന്നെ അവനെ നിയമിച്ച അതേ ആൾ തന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നു. അവന് തൻ്റെ റൂം ഇതാണെന്ന് അയാൾ കാണിച്ചു കൊടുക്കുന്നു. റൂമിലേക്ക് കയറിയ അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങുന്നു. അവർ തൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചെല്ലാം പറയും. അയാൾ സംസാരിക്കുമ്പോൾ വൺസൂൺ താനന്ന് അയാളെ ആ ഗാങ്സ്റ്ററിൻ്റെ കൂടെ കണ്ട കാര്യം ഓർക്കുന്നു. സിയുഡ്യൂൻ തൻ്റെയും തൻ്റെ ഫ്രണ്ടിൻ്റെയും ഫോട്ടോ അവിടെ മേശമേൽ വിൽക്കുന്നു. അത് കണ്ട് അയാൾ ആ ഫ്രണ്ടിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു പെൺകുട്ടി കയറി വന്നത്. താൻ വൈസ് ചെയർവുമൻ്റെ ബോഡി ഗാർഡാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി സിയുഡ്യൂനോട് പരിചയപ്പെടുന്നു. ഈ സമയം വൺസൂൺ ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം അവൾ തൻ്റെ അമ്മായിയച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവളോട് പറഞ്ഞ കാര്യത്തെപ്പറ്റി അവൾ ആലോചിക്കുന്നു. സിയുഡ്യൂൻ്റെ റൂമിൽ നിന്നും അയാൾ പോയതും സിയുഡ്യൂൻ തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നു. അബദ്ധത്തിൽ സിയുഡ്യൂൻ ആ ഫോട്ടോ താഴെയിടുന്നു. അപ്പോഴാണ് തൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നത്. അവൻ ആ ഫോട്ടോ എടുത്ത് നോക്കുന്നു. അതിൻ്റെ പിറകിൽ നിന്നും അവനൊരു ചിപ്പ് കിട്ടുന്നു. തൻ്റെ ഐപാഡിൽ അത് അവൻ കണക്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതിൽ കാണുന്നത് വൺസൂണിൻ്റെ അമ്മായിയച്ഛൻ്റെ ബോഡി കൊണ്ടുപോകുന്നതാണ്. അത് കണ്ടപ്പോൾ സിയുഡ്യൂന് മനസ്സിലായി തൻ്റെ ഫ്രണ്ടിൻ്റെയും ഇയാളുടെയും മരണത്തിൽ എന്തൊക്കെയോ നിഗൂഢതകൾ മറഞ്ഞിരിപ്പുണ്ടെന്ന്. അതും ആലോചിച്ചിരിക്കുന്ന സിയുഡ്യൂനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.